നമസ്കാരം. ദേവസൈന്യയിലേക്കും ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 56ലേക്കും ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ അധ്യായത്തിൽ ഗോപരമണികൾക്കുള്ള ശ്രീകൃഷ്ണാഹ്വാനം ശ്രവിച്ച് അവനവൻ ചെയ്യുന്ന പണികളെല്ലാം അവിടെ തന്നെ ഇട്ട് കൂട്ടുകാരികളെ പോലും വിളിച്ചു കൂട്ടാൻ നിൽക്കാതെ എത്രയും വേഗം കൃഷ്ണ സമീപത്തെത്തണം എന്നുള്ള ചിന്ത കൊണ്ട് രാത്രിയാണെന്നോ വനപ്രദേശമാണെന്നോ എന്നുള്ള ചിന്ത പോലും ഇല്ലാതെ ഗോപസ്ത്രീകൾ ഒറ്റയ്ക്ക് ഇറങ്ങിത്തിരിച്ചതുവരെയാണ് വിവരിച്ചത്. തുടർച്ച. അസമയത്തുള്ള പുറപ്പാടിനെ സ്വജനങ്ങൾ തടഞ്ഞിട്ടും അവർ കൂട്ടാക്കിയില്ല. ധിക്കാരം കൊണ്ടല്ല, തീവ്രമായ പ്രേമ പ്രവാഹത്താൽ അവർ ഭഗവാനെ ഒഴിച്ചുള്ളതെല്ലാം മറന്നു. ഉടനെ കൃഷ്ണ സമീപം എത്തിയില്ലെങ്കിൽ പ്രിയതമൻ എവിടേക്കെങ്കിലും പോയിക്കളയുമോ എന്നവർ ഭയപ്പെട്ടു. അവരുടെ മനസ്സ് നാദമാർഗത്തിൽ കൂടി കൃഷ്ണ സമീപം മുൻകൂട്ടി എത്തിക്കഴിഞ്ഞിരുന്നു. മനസ്സിന്റെ പിറകെ ശരീരവും മാർഗഭ്രംശമൊന്നും കൂടാതെ ഭഗവത് സമീപമെത്തി. ചില ഗോപികളെ ബന്ധുക്കൾ വീട്ടിൽ നിന്നും പുറത്തേക്ക് വിടാതെ തടഞ്ഞു നിർത്തി. പ്രിയവിരഹ താപാഗ്നിയിൽ അവരുടെ സകല പാപങ്ങളും നശിച്ചു. കണ്ണടച്ച് കൃഷ്ണനെ ദൃഢഭാവനയോടുകൂടി ധ്യാനിച്ചു. ധ്യാനബലത്താൽ കൃഷ്ണന്റെ മനോഹര രൂപം ഹൃദയത്തിൽ പ്രകാശിച്ചു കണ്ടു. ആ മനോഹരാകാരത്തെ ഗാഠാശ്ലേഷം ചെയ്ത് അവർ നിർവൃതി അടഞ്ഞു. അതോടുകൂടി പ്രാരബ്ധ ശരീരത്തെ ഉപേക്ഷിച്ച് അവർ ശ്രീകൃഷ്ണനിൽ ഐക്യം പ്രാപിച്ചു. ഇവിടെ പാമരന്മാർക്കുണ്ടാവുന്ന സംശയം തീർക്കാൻ പരീക്ഷിത്ത് ചോദിച്ചു, മഹർഷേ, ഗോപികൾ ശ്രീകൃഷ്ണനെ പരബ്രഹ്മ വസ്തുവാണെന്നറിഞ്ഞില്ല. തങ്ങളെ ആനന്ദിപ്പിക്കുവാൻ സമർത്ഥനായ കാന്തനാണെന്ന് മാത്രമാണല്ലോ അവർ വിചാരിച്ചത്. ആ സ്ഥിതിക്ക് അവർക്ക് ത്രിഗുണമയമായ സംസാരത്തിൽ നിന്നും എങ്ങനെ മോചനം സംഭവിച്ചു? ഈ സംശയം തീർത്തു തരണമേ. ശ്രീശുക മഹർഷി പറഞ്ഞു. ഭഗവാനെ നിരന്തരം ദ്വേഷിച്ച ശിശുപാലൻ സായുജ്യം പ്രാപിച്ച കഥ പറഞ്ഞു തന്നത് ഓർമ്മയില്ലേ? ദ്വേഷിക്കുന്നവന് പോലും സദ്ഗതി കിട്ടുമെങ്കിൽ അധോക്ഷജന്റെ പ്രേയസികളുടെ കാര്യം പിന്നെ പറയണമോ? കാഷ്ഠങ്ങളിൽ മറഞ്ഞിരിക്കുന്ന അഗ്നിയെ പ്രകാശിപ്പിക്കുവാൻ മഥനം ആവശ്യമാണ്. എന്നാൽ പ്രത്യക്ഷമായി ജ്വലിക്കുന്ന അഗ്നിയെ അഗ്നിയാണെന്നറിയാതെ തൊട്ടാലും ചൂട് അനുഭവമാകുന്നു. സർവാന്തർയാമിയായ സച്ചിദാനന്ദ വസ്തു തന്നെ സമീപിക്കുന്ന ജീവരാശികൾക്കെല്ലാം തന്റെ പരമപദം കൊടുക്കണമെന്നുള്ള കാരുണ്യാതിരേകത്താൽ സാക്ഷാത് ശ്രീകൃഷ്ണനായി ഭൂമിയിൽ അവതരിച്ച് പണ്ഡിത പാമരൻ ശത്രുമിത്രം ഇത്യാദി ഭേദമന്യേ സകലർക്കും സുലഭനായി ഭവിച്ചു. ആ പരമപുരുഷനോട് അറിഞ്ഞോ അറിയാതെയോ കാമം, ക്രോധം, ഭയം, സ്നേഹം, ഐക്യം, സൗഹൃദം ഇത്യാദി ഏതു ഭാവത്തിലെങ്കിലും സംബന്ധിക്കാൻ കഴിഞ്ഞാൽ സംസാരമോചനം ഹസ്തലബ്ധം തന്നെ. സംശയമില്ല രാജൻ, ഗർഭത്തിൽ വെച്ച് തന്നെ ഭാർഗവദർശനവും അനുഗ്രഹവും ലഭിക്കാൻ ഭാഗ്യം സിദ്ധിച്ച അങ്ങേക്ക് ഇക്കാര്യത്തിൽ ആശ്ചര്യം തോന്നേണ്ട കാര്യമില്ലല്ലോ. നിന്തിരുവടിയുടെ സങ്കല്പമാത്രത്താൽ ഈ ലോകം മുഴുവനും മോചിക്കപ്പെടും. തുടർന്നുള്ള കഥ ശ്രദ്ധിച്ച് കേട്ടുകൊള്ളുക. ശ്രീ ഭഗവാന്റെ അന്തരംഗ ഭക്തകളായ ഗോപികളെല്ലാം വന്നു കഴിഞ്ഞു. എല്ലാവരും പ്രിയതമ സംഗമത്തിനായി തുടിക്കുന്നു. അവരുടെ പരിശുദ്ധ ഭാവത്തെക്കുറിച്ച് സർവാന്തർയാമിക്ക് ഒട്ടും തന്നെ സംശയമില്ല. അവരുടെ ചിരാഭിലാഷത്തെ സാധിച്ചു കൊടുക്കാൻ തന്നെ നിശ്ചയിച്ചു കഴിഞ്ഞു. നിന്തിരുവടി ആകാശത്തിലേക്ക് നോക്കി. തൻ്റെ ലീലകളൊന്നും വിടാതെ അപ്പപ്പോൾ തന്നെ കണ്ടാനന്ദിക്കുന്ന ദേവന്മാരും യോഗീശ്വരന്മാരും വന്ന് നിറഞ്ഞു കഴിഞ്ഞു. അവർക്ക് തൻ്റെ പ്രിയതമകളുടെ അത്യുച്ച നിലയെ കാണിച്ചു കൊടുക്കണം. ഗോപികളുടെ നിലയെത്താത്തവർക്ക് അനുഷ്ഠേയമായ ധർമ്മമെന്തെന്നും ലോകത്തെ അറിയിക്കണം. തുടർച്ച അടുത്ത പങ്ക്തിയിൽ. നന്ദി, നമസ്കാരം.